ഞാൻ ഈ അക്കൗണ്ട് മാനേജ്മെന്റ്, സിഗ്നല്, കോപ്പി ട്രേഡിംഗ് ഇതൊക്കെ ചെയ്ത് കുറേ പൈസ പോയ ഒരു വ്യക്തിയാണ്. അപ്പോ അങ്ങനെ ഇരിക്കുകയാണ്. ഇത് പഠിക്കണം, ഇതിനെക്കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സമയത്താണ് ആ ഒരു ബോധം വന്നത്. നമുക്ക് ഈ ഒരു കോഴ്സ് ആയിട്ട് കറക്റ്റ് സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ 100% വില്ലിംഗ് ആണ്. ഞാനിത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ എൻക്വയറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ എൻക്വയറികളിൽ കുറെ ബിസിനസ് കുറെ കാര്യങ്ങൾ സംസാരിക്കും. അവരുടേതായ ഒരു രീതി ഉണ്ടല്ലോ, നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതി. അപ്പൊ അങ്ങനത്തെ രീതിയിലൊക്കെ കുറെ എൻക്വയറി ചെയ്തപ്പോൾ എനിക്ക് അതൊക്കെ ഒരു ബിസിനസ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങളത് കണ്ടപ്പോൾ എനിക്കൊന്ന് സ്ട്രൈക്ക് ചെയ്തു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല സ്ട്രാറ്റജിയാണ്. പക്ഷേ ഈ പറയുന്നത് അത് നമ്മൾ വെയിറ്റ് ചെയ്ത് നല്ല പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്തിട്ട് കറക്റ്റ് സ്ട്രാറ്റജിയാണ്. അത് വന്നു കഴിഞ്ഞ് കറക്റ്റ് കയറി പോകുന്നുണ്ട്. എനിക്കതിൽ ആ ഇമോഷൻസ് കുറച്ച് സൈക്കോളജി കുറച്ച് വർക്ക്ഔട്ട് ആയിട്ട് ഞാൻ ഒരു 3000 ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് 1500 വന്നു. പക്ഷെ വീണ്ടും കയറി ഇപ്പോൾ 5500 വന്നു. ഇപ്പോൾ വീണ്ടും 5250 വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ വീഡിയോനകത്ത് പല ആളുകളും പറയുന്നുണ്ട്, അതെല്ലാം കറക്റ്റ് ആണ്. അവർ പറയുന്നതെല്ലാം വളരെ ഹോണസ്റ്റ് ആയിട്ട് തന്നെ പറയുന്നത്. ഒരു വിട്ടുവീഴ്ചയില്ല, കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആണ്. കറക്റ്റ് പ്രോപ്പർ സൈക്കോളജി വർക്ക് ആവണം. വർക്ക് ആയി കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആണ്. 100% എടുക്കാൻ വെർത്താണ്. ധൈര്യമായിട്ട് എടുക്കാം, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. പൈസ വെർത്ത് തന്നെയാണ്, നല്ല രീതിയിൽ വെർത്ത് തന്നെയാണ്. നമുക്ക് ഈ ഒരു പൈസ അല്ല ശരിക്കും, ഇതിലും വലിയൊരു നമുക്ക് വേണമെങ്കിൽ ഇത് ഇടാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് 2500 അതായത് 2500 ദിർഹംസിന്റെ കോഴ്സിന്റെ ഇതാണ് കോളാണ് വരുന്നത്. 2000 വരുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം, ഈ കോഴ്സ് എടുക്കാം. വെർത്താണ്, 100% വെർത്താണ്. അല്ല, How are you, bro? Yeah, it's good. I am good. So far, so good. ബ്രോ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെ? ഇന്റർമീഡിയറ്റ് ആയിട്ടാണോ അല്ലെ ബിഗിനർ ആയിട്ടാണോ? അല്ല, ഞാനത് സെക്കൻഡ് ടൈം ആണ്. മുന്നേ ഏതാണ് കഴിഞ്ഞത്? മുന്നേ ഒരു കോഴ്സിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, വേണമെങ്കിൽ എടുത്തു നോക്കാം. അവന്റെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതാണോ എന്നുള്ളത് ചോദിച്ചതായിരുന്നു. ഏത് ആണോ പഠിച്ചത്? അത് ബേസിക് ആണ്. അത് ഈ പറയുന്ന പോലെ ഈ സ്ട്രാറ്റജി അല്ല, വളരെ നോർമൽ ആണ്. അതെനിക്ക് അതിനകത്ത് വലിയ കാര്യമായിട്ട് ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ ട്രൂസെൻസിന്റെ കോഴ്സ്? എങ്ങനെയുണ്ടായിരുന്നു ബ്രോയുടെ അഭിപ്രായത്തില്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല സ്ട്രാറ്റജിയാണ്. പക്ഷേ ഈ പറയുന്നത് അത് നമ്മൾ വെയിറ്റ് ചെയ്ത് നല്ല പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്തിട്ട് കറക്റ്റ് സ്ട്രാറ്റജിയാണ്. അത് വന്നു കഴിഞ്ഞ് കറക്റ്റ് കയറി പോകുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ എനിക്ക് അതിൽ ആ ഇമോഷൻസ് കുറച്ച് സൈക്കോളജി കുറച്ച് വർക്ക്ഔട്ട് ആയിട്ട് ഞാൻ ഒരു 3000 ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് 1500 പോയി. പക്ഷെ വീണ്ടും കയറി ഇപ്പോൾ 5500 വന്നു. ഇപ്പോൾ വീണ്ടും 5250 വന്ന് കിടക്കുന്നുണ്ട്. 2250 പ്രോഫിറ്റിലേക്ക് കിടക്കുന്നു ഇപ്പോൾ. വെരി ഗുഡ് ബ്രോ. ഇതൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ വീടിനടുത്ത്. ഓക്കെ, ഞാൻ ഷെയർ ചെയ്തു. സന്തോഷല്ലേ കാണുമ്പോൾ? നല്ല സ്ട്രാറ്റജിയാണ്. പക്ഷെ കുറച്ച് നമ്മള് പേഷ്യൻസ് വേണം മസ്റ്റ് ആയിട്ട്. ഡെഫിനറ്റ്ലി. നമ്മൾ ഇന്ന് വിത്ത് നട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നാളെ പോയിട്ട് പൂ പറിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം, ഉൾക്കൊള്ളണം, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. അതെ, ഞാനിത് ഈ പറയുന്ന പോലെ 2018 മുതൽ ശരിക്കും ഫോറക്സ് ട്രേഡിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ അക്കൗണ്ട് മാനേജ്മെന്റ്, സിഗ്നല്, കോപ്പി ട്രേഡിംഗ് ഇതൊക്കെ ചെയ്ത് കുറേ പൈസ പോയൊരു വ്യക്തിയാണ്. അപ്പോ അങ്ങനെ ഇരിക്കുകയാണ്. ഇത് പഠിക്കണം, ഇതിനെക്കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സമയത്താണ് ആ ഒരു ബോധം വന്നത്. കുറെ പൈസ പോയി. കുറെ മീൻസ് ഈ 2000-3000 ഇടും, അത് വീണ്ടും 5000 ഇടും. പിന്നെ നമ്മൾ കുറച്ച് പൈസ ആരും കടം വാങ്ങിക്കും, എന്നിട്ട് അത് കൊണ്ടിടും. അങ്ങനെ കുറെ ചെയ്ത് കുറെ പൈസ കളഞ്ഞേക്കണം. അങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടത്. എങ്ങനെ തോന്നുന്നു ഇപ്പോ ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ഒരു കോഴ്സ് ആയിട്ട് കറക്റ്റ് സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ 100% വില്ലിംഗ് ആണ്. ഞാൻ പറയില്ല, ഈ പറയുന്ന പോലെ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. പറയുന്ന പോലെ നമുക്ക് കുറച്ച് ഗ്രീഡി ആയി കഴിഞ്ഞാൽ പോയി. വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എങ്ങനെ ബ്രോ ട്രൂസെൻസിലേക്ക് എത്തി? എങ്ങനെയാണ് ജോയിൻ ചെയ്തത്? എന്തുകൊണ്ട് ട്രൂസെൻസ് ആണ് തെരഞ്ഞെടുത്തത്? ഞാൻ നിങ്ങളുടെ കുറെ ആഡ് ഞാൻ ഇവിടെയുള്ളൂ, ദുബൈയിലായിരുന്നു. റാസലേമുള്ളത്. ഞാനിത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ എൻക്വയറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ എൻക്വയറികളിൽ കുറെ ബിസിനസ് കുറെ കാര്യങ്ങൾ സംസാരിക്കും. അവരുടേതായ ഒരു രീതി ഉണ്ടല്ലോ, നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതി. അപ്പൊ അങ്ങനത്തെ രീതിയിലൊക്കെ കുറെ എൻക്വയറി ചെയ്തപ്പോൾ എനിക്ക് അതൊക്കെ ഒരു ബിസിനസ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങളത് കണ്ടപ്പോൾ എനിക്കൊന്ന് സ്ട്രൈക്ക് ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയും സംസാരിക്കുന്ന യൂട്യൂബ് ഞാൻ ചെക്ക് ചെയ്തു, പല കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അപ്പൊ നിങ്ങളുടെ ഒരു രീതി ഒരു കുറച്ച് മറ്റുള്ളവരെക്കാളും കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് തോന്നി. അപ്പൊ തോന്നിയപ്പോൾ സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഞാൻ സ്പോട്ടിൽ കോണ്ടാക്ട് ചെയ്ത് ഒരു സമയം എടുത്ത്, 1 മാസം എടുത്തിട്ടാണ് ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്തത്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു രീതിയായിരുന്നു.
അപ്പൊ എനിക്ക് തോന്നി ഇതിനകത്ത് എന്തോ ഉണ്ട് തോന്നി. അപ്പോ അത് കറക്റ്റ് ആയിട്ട് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടണേ. കാരണം ഞാൻ ഒന്നെടുത്തു ഒരു ചെറിയൊരു പാളിച്ച വന്നു. അപ്പൊ രണ്ടാമത്തതും കൂടി കുറച്ചൊന്ന് കറക്റ്റ് ആവണേ എന്നുള്ളൊരു രീതിയിൽ കുറെ ഞാൻ സെർച്ച് ചെയ്തിട്ടാണ്. ഇപ്പൊ എന്നെ ഇവിടെ തന്നെ ഇത് ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടീം. എന്തായി കോഴ്സ് എടുക്കുന്ന കോഴ്സ്? ഞാൻ ഓൾറെഡി കോഴ്സ് എടുത്തു, ഓൾറെഡി ഓക്കെ ആണെന്ന് പറഞ്ഞു. ഇതപ്പോ ഇന്നിപ്പോ വിളിക്കുന്നുണ്ട്, 2 മണിക്ക് വിളിക്കട്ടെ, 3 മണിക്ക് വിളിക്കട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, വിളിക്കണ്ട, ഞാൻ ഓൾറെഡി ഓക്കെ ആണ്, ഇനി കോളും കാര്യങ്ങളൊന്നും വേണ്ട, പഠിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് ബ്രോ. പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സിന്റെ ഭാഗത്തിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡൗട്ട് ക്ലിയറിംഗ് ഒക്കെ? അല്ല, അതെല്ലാം കറക്റ്റ് ആണ്. അതൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളുടെ വീഡിയോനകത്ത് പല ആളുകളും പറയുന്നുണ്ട്, അതെല്ലാം കറക്റ്റ് ആണ്. അവർ പറയുന്നതെല്ലാം വളരെ ഹോണസ്റ്റ് ആയിട്ട് തന്നെ പറയുന്നത്. ഒരു വിട്ടുവീഴ്ചയില്ല, കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആണ്. ഇപ്പോഴും ആൾക്കാരൊക്കെ ഇപ്പോഴും നമ്മുടെ കമന്റ്സ് ഇൻസ്റ്റാഗ്രാമിലും അതിലൊക്കെ കമന്റിലും ഒക്കെ കാണാം, നിങ്ങളൊക്കെ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഇത് കുടായ്പാണെന്ന് പറഞ്ഞിട്ട്. ബ്രോ എന്താ പറയാനുള്ളത്? അല്ല, ഇത് ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, വീഡിയോയിൽ കുറച്ച് കാണുന്നുണ്ട് തള്ള്, പക്ഷെ ഇതൊരു തള്ളല്ല. ഇത് പക്ക അടിപൊളിയാണ്. നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജിയിൽ കറക്റ്റ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% വിന്നിങ് ആണ്, 100%. പക്ഷെ ഞാൻ പറയില്ലേ, യു ഹാവ് ടു വെയിറ്റ്. കറക്റ്റ് പ്രോപ്പർ സൈക്കോളജി വർക്ക് ആവണം. വർക്ക് ആയി കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആണ്. 100% എടുക്കാം, വെർത്താണ്. ധൈര്യമായിട്ട് എടുക്കാം, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. 3000 ഞാൻ ഉണ്ടായിരുന്നത് അത് 1500 പോയത് ഞാൻ റിവെഞ്ച് ട്രേഡ് എടുത്തിട്ടാണ്. ഇമോഷണൽ വർക്കായി, കാരണം റിവെഞ്ച് എടുത്തു. അപ്പൊ എനിക്ക് ഫുൾ നിങ്ങളുടെ സ്ട്രാറ്റജി കംപ്ലീറ്റ് എനിക്ക് കയ്യിൽ നിന്ന് പോയി. കംപ്ലീറ്റ് നമ്മുടെ ഇമോഷണൽ സ്ട്രാറ്റജി പോയി. ഞാൻ ഈ റിവെഞ്ച് ട്രേഡ് എടുത്തെടുത്ത് അത് 1500 വന്നു. പക്ഷെ ഞാൻ അവിടെ വെച്ചിട്ട് വീണ്ടും അത് ചെറിയൊരു ഒരു ദിവസത്തെ ഗ്യാപ്പ് എടുത്തപ്പോൾ കറക്റ്റ് നമ്മുടെ ഒരു സ്ട്രാറ്റജിയിലേക്ക് വന്നപ്പോഴാണ് വീണ്ടും കയറി മോളിലേക്ക് വന്നിരിക്കുന്നത്. തന്നെയാണ് മെയിൻ ആയിട്ട് പ്രശ്നം. ഇമോഷൻ അത് കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത, ബ്രോ നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കയ്യിൽ നിന്ന് തരുള്ളൂ ഈ സാധനം. പിന്നെ അതുപോലെ തന്നെ എങ്ങനെ വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നുണ്ട്? എന്താണ് ബ്രോ തോന്നുന്നത്? ഇപ്പം കോഴ്സ് ഉണ്ടല്ലോ, ഇത്രയും വലിയ പൈസ എല്ലാം വാങ്ങേണ്ട സാധനമാണോ ഇത്? ഈ നിങ്ങൾ അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു മാസം മാത്രമേ നിങ്ങളെ കോഴ്സ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ 50,000 രൂപ എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. ചെറിയ സമയം കൊണ്ട് ഇത് പഠിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ ബ്രോ? തീർച്ചയായും അല്ലല്ല. ഇത് വലിയൊരു ഈ പറയുന്ന പോലെ ഈ പൈസ വർത്ത് തന്നെയാണ്, നല്ല രീതിയിൽ വർത്ത് തന്നെയാണ്. നമുക്ക് ഈ ഒരു പൈസയല്ല ശരിക്കും, ഇതിലും വലിയൊരു നമുക്ക് വേണമെങ്കിൽ ഇത് ലീഡാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് 2500 ഒക്കെ, അതായത് 2500 ദിർഹംസിന്റെ കോഴ്സിന്റെ ഇതാണ് കോളാണ് വരുന്നത്. 2000 വരുന്നത്. 2000 മീൻസ് ഇവിടത്തെ 2000 ദിർഹംസ് എന്ന് പറയുന്നത് നാട്ടിലത്തെ ഏകദേശം 60,000 70 രൂപ. 66 രൂപന്റെ ഇതൊക്കെ വരുന്നത്. 66, പിന്നെ 2500, ഏകദേശം 90 രൂപയുടെ വാല്യൂ ഒക്കെ വരുന്നുണ്ട്. 75,000 രൂപയുടെ വാല്യൂ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ വേർത്ത് തന്നെയാണ്, 100% വേർത്ത് തന്നെയാണ്. തീർച്ചയായും തീർച്ചയായും. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിനും അടുത്തൊരു അംഗീകാരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ആ ഒരു സമയത്ത് ഗ്രാജുവലി നിങ്ങൾ അറിയും ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് ഇപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പം ഫോറക്സ് ഇപ്പം അറിഞ്ഞറിഞ്ഞ് വരുന്നത്ര നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് പല ഇതിലേക്കും പോയിട്ട് കുഴിയിലേക്ക് വീഴുന്നുമുണ്ട്. എല്ലാവരുടെ അടുത്തും ബ്രോന് എന്താണ് പറയാനുള്ളത് ന്യൂ ജോയിനേഴ്സിന്റെ അടുത്ത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പല എൻക്വയറിയും കാര്യങ്ങളും, ഇപ്പൊ എനിക്കും പല എൻക്വയറിയും കാര്യങ്ങളും വന്നൊരു വ്യക്തിയാണ്. ഞാൻ ഒരുപാട് ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അവസാനം ഞാൻ ഇതിലേക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ ഒരു കോഴ്സ് നിങ്ങൾ ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതി, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതി, അപ്പൊ അത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഞാൻ അത് എടുത്തത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ, എടുത്തുകൊണ്ട് എനിക്ക് ഇത്രയും വെർത്തായി. അതായത് മീൻസ് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ ഇതില് 8-10 സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് എനിക്ക് വളരെ രീതിയിൽ വർക്കായിട്ടുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം, ഈ കോഴ്സ് എടുക്കാം, വെർത്താണ്, 100% വെർത്താണ്. ഹാപ്പി ടു ഹിയർ ദാറ്റ്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് മറക്കരുത്. എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. അത് മാർക്ക് ചെയ്യുക, കൃത്യമായിട്ട് ചോദിക്കാം ബീന്റെ അടുത്ത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും ഒരുപാട് പ്രോഫിറ്റുകൾ കാര്യങ്ങൾ ഉണ്ടാകട്ടെ, നല്ല രീതിയിൽ പ്രോഫിറ്റുകൾ ഉണ്ടാകട്ടെ. എന്തായാലും കട്ടൊക്കെ നമ്മളും കൂടിയുണ്ട്. അപ്പോ ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഗുഡ് ഡേ.